യഥാർത്ഥത്തിൽ ഗൾഫ് മേഖലയിലെ അന്തഛിദ്രങ്ങളെ വളർത്തുകയല്ലേ ചെയ്യുന്നത്. കാരണം സുന്നി രാഷ്ട്രങ്ങളും ഷിയ രാഷ്ട്രങ്ങളും എന്ന രീതിയിൽ ശാക്തികമായി വിഭജിച്ചു നിൽക്കുന്ന ഒരു മേഖല, ആ മേഖലയിൽ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ ഇതുവരെ സുന്നി രാഷ്ട്രങ്ങൾക്കൊപ്പമായിരുന്നു. ഇപ്പോൾ ഷിയ രാഷ്ട്രങ്ങളുമായി അടുക്കാനുള്ള അമേരിക്കയുടെ ശ്രമം സൗദി അറേബ്യയ്ക്ക് പ്രതിഷേധമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ റിഫ്റ്റ് കൂടുതൽ വലുതാക്കുകയല്ലേ സൗദിയുടെ പുതിയ നിലപാട് ചെയ്യുക? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. സാമ്രാജ്യത്വം ഏത് സമയത്തും ഏത് മേഖലയിലും ഇടപെടുന്ന സമയത്ത് അവർ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഈ അറബ് വസന്തത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു പക്ഷേ അവിടുത്തെ ഇറാനിലെ ഷിയ റെഷീമിനേക്കാൾ അത് ബ്രദർഹുഡ് പോലെയുള്ള സംഘങ്ങളുടെ രാഷ്ട്രീയത്തെയാണ് അമേരിക്ക ഭയക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തെ അമേരിക്ക കൂടുതൽ ഭയക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് റുഹാനിയുമായിട്ട് അമേരിക്ക ഐക്യപ്പെടാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ഉൾവിളി തോന്നിയിട്ട് റുഹാനിനെ വിളിക്കുന്നതല്ല. അത് കൃത്യമായ അമേരിക്കയുടെ ഒരു പോളിസി ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്ന അറബ് വസന്തത്തിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഈ റാഡിക്കൽ അറബ് സ്റ്റേറ്റുകളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രീയം അമേരിക്കയ്ക്ക് വളരെ അപകടകരമാണ്. ഒരുപക്ഷെ അത് ഹിസ്ബുള്ളയേക്കാൾ അല്ലെങ്കിൽ ഇറാനിലെ ഷിയ റെഷീമിനേക്കാൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി അവരെ സംബന്ധിച്ചിടത്തോളം ലെസർ ഈവിൾ എന്ന നിലയ്ക്ക് ഷിയായിസവും ഐക്യപ്പെടുക. ഒരേ സമയം ഇത്തരത്തിലൊരു ഐക്യപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പശ്ചിമേഷ്യയിൽ ഷിയ സുന്നി വിഭജനം, ആ ഇരു പ്രബലമായ വിഭാഗങ്ങൾ തമ്മിലുള്ള വിഭജനത്തെ ശക്തിപ്പെടുത്താൻ അമേരിക്ക സാധിക്കും. ഇത് കൃത്യമായ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ്. മാത്രമല്ല 1979 ഇറാനിയൻ റവല്യൂഷന് ശേഷം പശ്ചിമേഷ്യയിൽ വളരെ ശക്തമായ ശീതസമരം നിലനിൽക്കുന്നുണ്ട്. അത് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ശീതസമരമാണ്. ആ ശീതസമരത്തിൽ അയത്തുള്ള ഖൊമേനി അദ്ദേഹം സൗദി രാജാവിനെ വിളിച്ചത് സ്റ്റൂജ് ഓഫ് സാത്താൻ എന്നാണ്. അമേരിക്കൻ ഇമ്പീരിയലിസം സാത്താനാണ്, പക്ഷേ ആ സാത്താൻ്റെ കിങ്കരനാണ് സൗദി രാജാവ് എന്നുള്ള വിമർശനമാണ് അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ 1980 മുതൽ 88 വരെയുള്ള ഇറാൻ ഇറാഖ് വാറിൽ യഥാർത്ഥത്തിൽ ഷിയ ദേശീയതയ്ക്കെതിരായിട്ട് സുന്നികൾ ഐക്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇപ്പോഴും തുടർന്ന് വരുന്ന ആ ഒരു ശക്തമായ ശീതസമരം, ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ എങ്ങനെയാണോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശീതസമരവും അതുപോലെ ഹോട്ടായിട്ടുള്ള യുദ്ധവും നടക്കുന്നത്, അതുപോലെ പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇപ്പോൾ ഇസ്രായേൽ സംഘർഷം കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു ശീതസമരം നടക്കുന്നത് ഈ ഇറാനും അതുപോലെ സൗദി അറേബ്യയും തമ്മിലാണ്. ആ സാഹചര്യത്തിൽ അതങ്ങനെ നിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കൂട്ടാളിയാണ് ആ മേഖലയിലെ സൗദി അറേബ്യ. അപ്പോൾ സൗദി അറേബ്യയുടെ സിറിയയിലുള്ള താല്പര്യങ്ങളെയും അതുപോലെ ഫലസ്തീനിലുള്ള താല്പര്യങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇറാനുമായിട്ട് ഐക്യപ്പെടാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു പക്ഷേ റഷ്യയുടെ ഒരു ശക്തമായ നിലപാടിന് വഴങ്ങേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ വഴങ്ങിക്കൊണ്ട് എന്ന വ്യാജേന അല്ലെങ്കിൽ വഴങ്ങിക്കൊണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സിറിയയിൽ ഇടപെടാതിരിക്കുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ വളരെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അമേരിക്കയുമായി ഒരു കൺഫ്രണ്ടേഷൻ്റെ പാതയിലേക്ക് പോകാൻ സാധിക്കില്ല എങ്കിൽ കൂടി അവർക്കൊരു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ഘട്ടം ഇപ്പോൾ വന്നിരിക്കുന്നു. മാത്രമല്ല അതുകൊണ്ട് ചില ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സൂപ്പർ പവറാണ് സൗദി അറേബ്യ. യുണൈറ്റഡ് നേഷൻസിന് വേണ്ടിയിട്ട് വലിയ പണം അവരുടെ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സൂപ്പർ പവർ എന്ന നിലയ്ക്ക് അമേരിക്കയാണെങ്കിൽ ഇന്നിപ്പോൾ വലിയ സംഭാവന ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും സൗദി അറേബ്യ പോലെയുള്ള എണ്ണ സമ്പന്നമായ രാജ്യങ്ങളുടെ സംഭാവന വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു ശക്തമായ പ്രതിഷേധം അമേരിക്കയ്ക്ക് ഗുണകരമാവില്ല. അത് അമേരിക്ക അക്കാര്യത്തിൽ ഒരു പോളിസി ചേഞ്ചിന് നിർബന്ധിതമാകും. പിന്നെ അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ അവരുടെ ദേശതാല്പര്യവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ ഇങ്ങനെ പല ഘടകങ്ങളുണ്ടെങ്കിൽ കൂടി യഥാർത്ഥത്തിൽ സിറിയൻ പ്രശ്നവും ഫലസ്തീനും പ്രശ്നവും പരിഹരിക്കപ്പെടേണ്ടതല്ലേ? എത്രയോ കാലമായി തുടരുന്ന പ്രശ്നമാണ്. 2011 മുതലുള്ള സിറിയൻ പ്രശ്നം, 1948 അല്ല 19 നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ തുടങ്ങിയിട്ടുള്ള ഫലസ്തീൻ പ്രശ്നം, ഈ പ്രശ്നങ്ങൾക്കൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നതും വളരെ സ്വാഭാവികമായിട്ടും നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരാജയങ്ങളുടെ പട്ടികയിൽ തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കേണ്ടത് തന്നെയാണ്. പി.കെ. നിയാസ്, സൗദി അറേബ്യ കേവലം ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ശക്തമായ സ്വരത്തിൽ ഒരു അന്താരാഷ്ട്ര വേദിയിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഇതിന് പിന്നിലും കുറേയേറെ ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് സിറിയൻ പ്രശ്നമാണ് സൗദി അറേബ്യ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉയർത്തുന്നത്. സിറിയയിൽ പ്രതിപക്ഷ സഖ്യത്തിൽ ഉള്ള സായുധ ഗ്രൂപ്പുകൾ, അതിൽ പലതും റാഡിക്കൽ ഗ്രൂപ്പുകളാണെന്ന് അമേരിക്കയും റഷ്യയും ഒരുപോലെ ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം വെട്ടിത്തുറന്ന് പറഞ്ഞില്ലെങ്കിലും
ആ റാഡിക്കൽ ഗ്രൂപ്പുകളുമായി കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തിയെന്ന് ജോൺ കെറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ റാഡിക്കൽ ഗ്രൂപ്പുകൾക്ക് സായുധവും സാമ്പത്തികവുമായ സഹായം നൽകുന്നത് സൗദി അറേബ്യ ആണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. സിറിയൻ വിഷയം പരിഹരിക്കണമെങ്കിൽ, അവിടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ നടക്കണമെങ്കിൽ ഈ റാഡിക്കൽ ഗ്രൂപ്പുകളെ മാറ്റി നിർത്തിയേ മതിയാവൂ എന്ന് റഷ്യ വാദിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇവർക്ക് നൽകുന്ന സാമ്പത്തിക സായുധ പിന്തുണയല്ലേ സിറിയൻ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള തടസ്സം? പിന്നെ എന്തുകൊണ്ടായിരിക്കാം സൗദി അറേബ്യ അക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത്? സൗദി അറേബ്യ ഇത്തരം ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിലെ പല പ്രശ്നങ്ങളിലും അവരുടെ നിലപാട് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ടുണീഷ്യയില് ബിന്നലി യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾ ബിന്നലിയെ വെറുത്ത് ആ ബിന്നലിയെ ഔട്ടാക്കിയപ്പോൾ ആ ബിന്നലിക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കുകയും ഒരു അഭയകേന്ദ്രം നൽകുകയും ചെയ്ത സൗദി അറേബ്യയാണ്. മാത്രമല്ല, ഹുസ്നി മുബാറക്കിനോട് ഇതേ നിലപാടായിരുന്നു സൗദി അറേബ്യ സ്വീകരിച്ചത്. പക്ഷെ ഹുസ്നി മുബാറക്കിന് രാജ്യം വിട്ടുപോകാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചുള്ള അവരുടേതായ താല്പര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ. ഈ ഈജിപ്തിൽ നടന്ന ഈജിപ്തിൽ നടന്ന സൈനിക അട്ടിമറി, ആ അട്ടിമറിയുടെ കാര്യത്തിൽ പോലും സൗദി അറേബ്യ നിലയുറപ്പിച്ചത് ഈജിപ്തിലെ പട്ടാള ഭരണകൂടത്തോടായിരുന്നു. എന്ന് മാത്രമല്ല, അതിനുശേഷം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞപ്പോൾ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈജിപ്തിന് വേണ്ടി എല്ലാ തലത്തിലും ഞങ്ങൾ രംഗത്തുണ്ടാകുമെന്ന് അതിശക്തമായി പറഞ്ഞു. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ പോലും അവിടുത്തെ റിപ്പബ്ലിക്കൻ സെനറ്റർമാരും അതുപോലുള്ള പ്രമുഖ വ്യക്തികളും ഒക്കെ തന്നെ സൗദി അറേബ്യ അന്താരാഷ്ട്ര തലത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾ പലപ്പോഴും മുഴക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇത് കഴിഞ്ഞ ഭരണകൂടത്തിലെ വിദേശകാര്യ സെക്രട്ടറി ക്ലിന്റന്റെ ഭാര്യ അവർ യഥാർത്ഥത്തിലും വളരെ ശക്തമായിട്ട് തന്നെ സൗദി അറേബ്യക്കെതിരെ രംഗത്ത് വരികയുണ്ടായി. താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആദ്യം പ്രോത്സാഹിപ്പിച്ചതും സൗദി അറേബ്യയാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലപാടില് അവരുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന, അല്ലാതെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം അത് തകർന്നുവെന്നോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടോ എന്നോ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയാണ് മറുഭാഗത്തുള്ളത്. അമേരിക്ക ഏത് വിധത്തെയും സൗദി അറേബ്യ പ്രീണിപ്പിക്കാൻ ശ്രമം നടക്കും. അതിന്റെ ഭാഗമാണ് ഇന്നലെ വന്ന വാർത്ത അതാണ്. $10 ബില്യൺ ആയുധം സൗദി അറേബ്യക്കും UAE-ക്കും നൽകുവാൻ വേണ്ടി അമേരിക്ക ഏതാണ്ട് സമ്മതിച്ചു. യഥാർത്ഥത്തിൽ ഏപ്രിലിൽ നടക്കേണ്ടിയിരുന്ന ഇടപാടാണ്. അത് പല കാരണങ്ങളാൽ വൈകി ഇപ്പോൾ ഈ അവസരത്തിൽ കൊടുത്തു. മറുഭാഗത്ത് ഇതേ അമേരിക്ക തന്നെയാണ് ഈജിപ്തിനുള്ള സഹായം വെട്ടിക്കുറച്ച് അല്ലെങ്കിൽ ഈജിപ്തിന് ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം വെട്ടിക്കുറച്ചെന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കക്കും സൗദി അറേബ്യക്കും ഒക്കെ തന്നെ ഇതിൽ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ചൊവ്വാഴ്ച അൽ ഹയാത്ത് ദിനപത്രത്തിൽ സൗദി അറേബ്യയുടെ UN അംബാസഡർ അബ്ദുല്ല അൽ മുഅല്ലമി അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് അമേരിക്ക വിമർശിക്കുകയുണ്ടായി. ആ വിമർശനങ്ങൾക്ക് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും ഇതിൽ ചില പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് ചിലപ്പോഴെങ്കിലും നമ്മൾ കാണേണ്ടി വരുന്നത് മറ്റൊരു വശമാണ്. ഇവിടെ ഇനി സിറിയയുടെ കാര്യത്തിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ സിറിയയുടെ കാര്യത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഖത്തർ ആയിരുന്നു സിറിയയുടെ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത്. അന്ന് ഖത്തർ മുൻപന്തിയിൽ ഉണ്ടാവുകയും ഖത്തർ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ സൗദി അറേബ്യ പിന്നോട്ടടിക്കുകയാണ് ചെയ്തത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സൗദി അറേബ്യയുടെ പ്രതിനിധി ആ റബൽ ഗ്രൂപ്പുകളുടെ തലപ്പത്ത് വന്നപ്പോൾ സൗദി അറേബ്യ വളരെ ശക്തമായി വരികയും ഒരുപാട് സഹായങ്ങൾ നൽകുകയും ചെയ്തു. ഇത് പലയിടത്തും കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ താല്പര്യങ്ങളാണ് ഇതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലോകത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ, പൊതുവായ പ്രശ്നങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഇടപെട്ടപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങൾ അത് ഒബാമ വന്നപ്പോഴാണ് ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശക്തി കൂടിയത്, ഏറ്റവും കൂടുതൽ നടത്തിയത്. അപ്പോഴൊന്നും വേണ്ടത്ര രീതിയിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു രീതി ഇവിടെ കാണുന്നത് ഇത് താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് മാത്രമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ പി കെ നിയാസ് സൂചിപ്പിച്ച താല്പര്യങ്ങൾ അമേരിക്കയുടെ സൗദി അറേബ്യയുടെ ദേശീയ താല്പര്യങ്ങൾ മാത്രമല്ല, അത് ബഹ്റൈനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലുഷ്യങ്ങളുമായി ബന്ധമുണ്ട്, സിറിയയിലെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധമുണ്ട്, ഖത്തർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിലെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള വിയോജിപ്പുകളുണ്ട്. കാരണം ഖത്തർ വളരെ വിരോധാഭാസങ്ങൾ ജനിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഒരേ സമയം തന്നെ ജനാധിപത്യത്തെയും ജനാധിപത്യ പോരാട്ടങ്ങളെയും പിന്തുണയ്ക്കുകയും മറ്റൊരർത്ഥത്തിൽ അവർ ആഭ്യന്തരമായി അത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം ഖത്തറിൻ്റെ കാര്യത്തിലുണ്ട്. സമാനമാണ് സൗദിയുടെ സാഹചര്യവും. ഇത് മേഖലയെ കൂടുതൽ കാലുഷ്യത്തിലേക്കല്ലേ നയിക്കുക? യഥാർത്ഥത്തിൽ സൗദിയുടെ ദേശീയ താല്പര്യങ്ങൾ മാത്രമാണ് സൗദി പാലിക്കുന്നതെങ്കിൽ വിഷയം ഇത്രത്തോളം രൂക്ഷമാകുമായിരുന്നില്ലല്ലോ.
സൗദി അറേബ്യ അവരുടെ ദേശീയ താല്പര്യം മുൻനിർത്തി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കരുതുന്നതാണ് ന്യായം. ബഹ്റൈനിലെയും സിറിയയിലെയും സ്ഥിതിഗതികൾ നേരെ വിരുദ്ധമാണ്. ബഹ്റൈനിൽ ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്, പക്ഷേ ഒരു സുന്നി രാജവംശമാണ് അവിടെ ഭരിക്കുന്നത്. സിറിയയിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, സുന്നി ഭൂരിപക്ഷമാണ്. അവിടെ 11% മാത്രമുള്ള ഷിയാക്കളുടെ പ്രതിനിധിയാണ് ബാഷർ അൽ അസദ്. അപ്പോൾ അവിടുത്തെ ബഹുഭൂരിപക്ഷം 78% സുന്നികളാണ്. അപ്പോൾ ഒരു സുന്നി ബഹുഭൂരിപക്ഷം ഉള്ള സിറിയയിൽ ഒരു ഷിയ ഭരണകൂടം, ഷിയ ആയിട്ടുള്ള ബാഷർ അൽ അസദ് എത്രയോ കാലമായി ഭരണത്തിലിരിക്കുന്നു. അപ്പോൾ ആ ഷിയ ഭരണകർത്താവിനെ അട്ടിമറിച്ച് ഒരു സുന്നി ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണക്രമം സിറിയയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ പരിശ്രമിക്കുന്നത്. അതേസമയം ബഹ്റിനിലാവട്ടെ സുന്നികൾ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷമായ സുന്നികളുടെ ഭരണത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ രാജ്യത്തിൻ്റെ ദേശ താല്പര്യം തന്നെയാണ് അവർ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് അമേരിക്കയുടെ അവിടുത്തെ ഇടപെടലാണെങ്കിലും അല്ലെങ്കിൽ റഷ്യയുടെ ഇടപെടലാണെങ്കിലും അവരുടെ ദേശ താല്പര്യത്തെ മുൻനിർത്തി തന്നെയാണ്. പക്ഷേ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ആഗോള വേദി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും സങ്കുചിതമായ ദേശീയ താല്പര്യത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ജനതയുടെ സ്വയം നിർണായക അവകാശത്തിന് വേണ്ടി നിലനിൽക്കൊണ്ടുന്ന ഒരു വേദിയാണ്. അത് ഫലസ്തീൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നില്ല, സിറിയയുടെ കാര്യത്തിൽ തീരെ സംഭവിക്കുന്നില്ല. സിറിയയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത് വലിയ തമാശയാണ്. അവിടെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും യഥാർത്ഥത്തിലുള്ള അവിടെ ഒരു 40 ലക്ഷത്തോളം ആളുകൾ ഡിസ്പ്ലേസ്ഡായി. അങ്ങനെ വലിയൊരു മനുഷ്യ ദുരന്തം നടക്കുന്ന സമയത്ത് അതിന് പരിഹാരം സംബന്ധിച്ച ചർച്ചയല്ലല്ലോ നടക്കുന്നത്. രാസായുധമുണ്ട്, ആ രാസായുധം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ ചൈനയും റഷ്യയും വീറ്റോ ചെയ്യുകയും ബാഷർ അൽ അസദിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിനെ അവസാനിപ്പിച്ച് ബാഷർ അൽ അസദിനെ പുറത്താക്കാൻ അമേരിക്ക സൈനിക ഇടപെടൽ നടത്തുന്നു. അപ്പോൾ അമേരിക്കൻ സൈനിക ഇടപെടലും ചൈനയുടെ റഷ്യയുടെയും വീറ്റോയും ഒക്കെ ചർച്ചയുടെ മുഖ്യധാരയിലേക്ക് വരികയും അവിടുത്തെ 2011 ശേഷം തുടർച്ചയായി നടക്കുന്ന അവിടുത്തെ സംഘർഷങ്ങൾ, അതിൽ കൊല ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ലക്ഷോപലക്ഷം ജനങ്ങൾ, ഇവരുടെ ഒന്നും താല്പര്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിഗണനയിൽ വരുന്നില്ല. സൗദി അറേബ്യയും റഷ്യയും അമേരിക്കയും ഒക്കെ അവർ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇടപെടുന്നത് അവരുടെ ദേശ താല്പര്യങ്ങളെ മുൻനിർത്തി തന്നെയാണ്. ഇപ്പോൾ സിറിയൻ വിഷയം ഉന്നയിച്ചതുപോലെ തന്നെ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കുന്നതിലെ അലംഭാവവും സൗദി അറേബ്യ ചൂണ്ടിക്കാട്ടുന്നു. സൗദി അറേബ്യയുടെ ചരിത്രത്തിൽ ഈ പ്രശ്ന പരിഹാരത്തിന് സൗദി അറേബ്യ എത്രമാത്രം സംഭാവന അർപ്പിച്ചിട്ടുണ്ട്? ഇപ്പോൾ തന്നെ ഈ വിഷയം വൈകുന്നതിൽ സൗദിയുടെ പ്രതിഷേധം ആത്മാർത്ഥമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ആത്മാർത്ഥമല്ല. കാരണം അവിടെ ഇസ്രായേലിൻ്റെ ആധിപത്യം തുടരുന്നതിന് വേണ്ടി ഇസ്രായേൽ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്കൻ താല്പര്യം തന്നെയാണ്. ആ അമേരിക്കൻ താല്പര്യവും ഇസ്രായേലിൻ്റെ താല്പര്യത്തിൻ്റെയും മേഖലയിലെ ഏറ്റവും വലിയ സംരക്ഷകനായിരുന്നു സൗദി അറേബ്യ. പക്ഷേ അങ്ങനെ സംരക്ഷകനായി ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് വളരെ യുക്തിഭദ്രമായ ചില നിലപാടുകൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ നിയാസ് സൂചിപ്പിച്ചിട്ടുള്ള അബ്ദുള്ള പ്ലാൻ എന്ന് പറയുന്നത്. അത് 1967 6 ഡേ വാർ, ആ യുദ്ധത്തിലാണ് ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്, ഗാസ, ഗൊലാൻ ഹൈറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവനും ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ആ 1967 മുമ്പുള്ള സ്ഥിതി നിലനിർത്തിക്കൊണ്ട് 1967 6 ദിവസം നീണ്ടുന്ന 6 ഡേ വാറിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി അവിടെ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഒരു നിർദ്ദേശം വളരെ ഫലപ്രദമായി തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഈ അബ്ദുള്ള പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാനും നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. പി കെ നിയാസ്, അമേരിക്കയ്ക്കെതിരെ ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധം സൗദിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്, ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ പിടി ഗൾഫ് രാജ്യങ്ങളിൽ അയയുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണോ സൗദിയുടെ പുതിയ പ്രസ്താവന? തീർച്ചയായിട്ടും സാമ്രാജ്യത്വത്തിന്റെ പിടി അയന്നത് കൊണ്ടാണല്ലോ അമേരിക്കയും റഷ്യയും ഒക്കെ മാറി മാറി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ നമുക്കറിയാം വളരെ ശക്തമായ ഒരു നിലപാടായിരുന്നു യഥാർത്ഥത്തിൽ ഈ സിറിയയുടെ കാര്യത്തിൽ സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല റഷ്യയുടെ പല നിലപാടുകളും, ഉദാഹരണം പല ആളുകൾക്കും UN മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. ഇപ്പോൾ കൊസോവോ പോലെയുള്ള രാജ്യങ്ങൾ, അത് മുസ്ലിം ഭൂരിപക്ഷമായതുകൊണ്ടാവാം കൊസോവോ 2008 മുതൽ ശ്രമിച്ചിട്ടും മെമ്പർഷിപ്പ് കൊടുക്കാൻ റഷ്യയാണ് ഇടങ്കോലിടുന്നത്. ഇത് പിന്നെ ഒരു വശം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറുഭാഗത്ത് യഥാർത്ഥത്തിൽ ഇറാൻ ഒരു നിലപാട് സ്വീകരിക്കുന്നു, മറുഭാഗത്ത് സൗദി അറേബ്യ നിലപാട് സ്വീകരിക്കുന്നു. ഇത് അറബ് വസന്തം ശക്തിപ്പെട്ടപ്പോൾ, അറബ് വസന്തം പല രാജ്യങ്ങളിലേക്കും മാറിക്കൊണ്ടിരുന്ന സമയത്ത് പോലും സാമ്രാജ്യത്വം പല തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു. അന്നൊക്കെ ജനകീയമായ മുന്നോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പുതിയ നിലപാടുകൾ കാരണം എന്ന് പറഞ്ഞാൽ ഈ ചില അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ വീണ്ടും സാമ്രാജ്യത്വത്തിന് തിരിച്ചു വരുവാൻ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന് ശക്തി കൂട്ടുവാനുള്ള ചില വളക്കൂറുള്ള മണ്ണ് ഒരുക്കി കൊടുക്കുക